യാതൊരു മനസാക്ഷിയുമില്ലാത്ത ചില ബാങ്ക് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട്. ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയാൽ വീട്ടിൽ നിന്നും ഇറങ്ങാൻ ജപ്തി നോട്ടീസ്, പിന്നീട് സമ്മർദ്ദവും ഭീഷണിയും ഒക്കെ ഉണ്ടാകാം. തൃശൂർ കാഞ്ഞാണി സ്വദേശി വിഷ്ണു എന്ന യുവാവ് ജപ്തി ഭീഷണിയുടെ മറ്റൊരു ഇരയാണ്. വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് അധികൃതർ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് വിഷ്ണു കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത്. ബാങ്കിൽ നിന്നും ഏതാനും വർഷം മുൻപെടുത്ത 8 ലക്ഷം രൂപയുടെ വായ്പയും തിരിച്ചടവ് മുടങ്ങി വിഷ്ണു കടക്കെണിയിലായിരുന്നു. ഒരുപാട് പുറത്ത് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ ഞാൻ ശരിയാക്കായിരുന്നു. പക്ഷേ കേസും കൂട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ ഈ സാറിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെയാ 3 മാസം ഇപ്പൊ അമ്മ കിടന്ന് മോനെ എവിടെയെന്ന് ചോദിച്ചു വിളിക്കുന്നത് സാറ്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. സ്റ്റേറ്റ് ബാങ്കിൽ നിന്നും 12 വർഷം മുമ്പായിരുന്നു വിഷ്ണുവിന്റെ കുടുംബം വീട് വയ്ക്കാനായി 8 ലക്ഷം രൂപ വായ്പ എടുത്തത്. ഇതുവരെ 8,74,000 രൂപ തിരിച്ചടച്ചിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതോടെ 6 ലക്ഷം രൂപ കുടിശ്ശികയായി. ഇതോടെ വീടൊഴിയാൻ ബാങ്ക് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് വിഷ്ണുവിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. 8,74,000 അടച്ചു. പിന്നെ ഒരു 6 ലക്ഷം കൂടി അടക്കുന്ന അവര് നിരന്തരം അതിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക. അക്ഷയ് എന്ന് പറഞ്ഞ സാറുണ്ട്, അയ്യന്തോട് ബാങ്ക്. അപ്പൊ ഇന്നലെ വന്ന് ഞങ്ങൾ കളക്ടർ ഓഫീസിൽ പോയി, വേറൊരു ബാങ്കിൽ പോയി. പോവാത്ത സ്ഥലങ്ങളില്ല, അന്വേഷിക്കുന്ന സ്ഥലങ്ങളില്ല. അപ്പൊ അവര് നിരന്തരം ഭീഷണിപ്പെടുത്തുക. ഇന്ന് വരുന്ന ഭയങ്കര ഭീഷണിയാണ്. ജപ്തി ഭീഷണിയെ തുടർന്ന് ബന്ധുവീട്ടിലേക്ക് മാറാനിരിക്കെയാണ് വിഷ്ണു കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത്. പണമടയ്ക്കാൻ ബാങ്കിൽ നിന്നും ഭീഷണിയുണ്ടായിരുന്നതായും കുടുംബാംഗങ്ങൾ ആരോപിച്ചു. ലോൺ തുകയേക്കാൾ കൂടുതൽ തിരിച്ചടച്ചിരുന്നുവെന്നും കോവിഡ് പ്രതിസന്ധിയിലാണ് അടവ് മുടങ്ങിയതെന്നും ബന്ധുക്കൾ പറയുന്നു. ന്യൂസ് 18 തൃശൂർ.